ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് കുറേ നാൾക്ക് ശേഷമല്ല ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അതേ ഗൈസ് ലാസ്റ്റ് ഒരു സ്പിന്നിങ് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, അതിൻ്റെ കടം തീർക്കാൻ വേണ്ടി നീ വല്ല പണിക്കും പോയെന്ന് ചോദിച്ച ആൾക്കാർ കുറേ പേരുണ്ട് നമ്മുടെ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഗൈസ് യൂട്യൂബിന് 5 പൈസ കിട്ടുന്നില്ല. എൻ്റെ ആഡ്സൻസിൻ്റെ പ്രശ്നം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതൊരു പ്രശ്നം അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ. പിന്നെ കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ് പിന്നെ ഉണ്ടല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതായി പോയോ കേട്ടോ. എന്തായാലും കുഴപ്പമില്ല ഗൈസ്, കുറേ നാൾക്ക് ശേഷം പിന്നെയും ഗെയിമിലേക്ക് വരുന്ന സമയത്ത് എന്തുണ്ടല്ലോ, അരിക്ക് വെച്ചാൽ പറിക്ക് പോലും കൊള്ളാത്ത എയിമുമായിട്ടാണ് ഞാൻ ഗെയിമിലേക്ക് കയറിയത്. സോളോ വേഴ്സസ് സ്ക്വാഡൊക്കെ ഞാൻ കിടിലം പോലത്തെ സ്റ്റാർട്ട് ചെയ്ത് അടിക്കാൻ നോക്കുന്ന സമയത്ത് ഒരു തേങ്ങയും വർക്കാകുന്നില്ല. എനിമിയൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നത്, നിനക്ക് വല്ല പണിക്കും പോക്കൂടാ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുത്തി കേട്ടോ. അതുകൊണ്ട് അതൊന്ന് റെഡിയാക്കണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാര്യം ഗൈസ് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു തേങ്ങയും ഗെയിം പ്ലേ ഒന്നും റെഡിയാവാതെ ചുമ്മാ നിങ്ങളുടെ മുമ്പിൽ വന്ന് എന്തെങ്കിലും ഒന്ന് കാണിച്ചു വെച്ചിട്ട് പോകുന്നില്ല എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് കാണിക്കുന്ന സമയത്ത് നല്ല കിടിലം പോലെ കളിച്ച് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടല്ലോ ഞാൻ നൈസായിട്ട് കേസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ അക്കൗണ്ടിലല്ല, ഏക്കൻ്റെ അക്കൗണ്ട് മേടിച്ച് അതിനകത്ത് ലൂബ് അക്കൗണ്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ 2 സീസണായിട്ട് കളിക്കൽ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെയാണ് അതിനകത്ത് ഹീറോയ്ക്ക് അടുപ്പിച്ച് കൊടുക്കുന്നത് എല്ലാ സീസണിലും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേസ് അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ഇപ്രാവശ്യം സീസൺ മാറിയതുകൊണ്ട് ഇപ്രാവശ്യത്തെ സീസൺ ഹീറോയ്ക്ക് ആ ഒരു അക്കൗണ്ട് അടിച്ച് തുടങ്ങി നമ്മുടെ ഗെയിം പ്ലേ ഒന്ന് സെറ്റായി നല്ല കിടിലം പോലത്തെ ഗെയിം പ്ലേ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രോ പ്ലെയർ ആയി, കേരള വല്ല ഇവിടെ പ്രോ പ്ലെയർ ആയി, ഈ ഗെയിമർ തിരിച്ചു വന്നടാ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് നല്ലത് എൻ്റെ സ്ക്രാച്ചിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് നിങ്ങൾ കാണുവാണെങ്കിൽ ഉണ്ടല്ലോ. എന്താണ് കേസ് നൈസർ, നാളെ ഇപ്പോൾ എന്തെങ്കിലും ഞാൻ ഒരു മിസ്റ്റേക്ക് ചെയ്യുവാണെങ്കിൽ നീ അന്നത് പ്രാക്ടീസ് ചെയ്തതല്ലേ, നീ ഇന്നത് കണ്ടതല്ലേ, അന്ന് എനിമി കൊന്ന സമയത്ത് നീ നോക്കി വെച്ച് റെഡിയാക്കെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് എൻ്റെ സ്ക്രാച്ചിൽ നിന്നും തുടങ്ങുന്നത് നിങ്ങൾ കാണുവാണെങ്കിൽ അത്രയും സെറ്റായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും മാത്രമേ കേസ് ആ ഒരു അറ്റാച്ച്മെൻറ്റ് വരത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ കേസ് എൻ്റെ ട്രെയിനിങ് പീരീഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു സമയത്ത് ഞാൻ മാക്സിമം ഉള്ള മിസ്റ്റേക്ക് മൊത്തം കാണിക്കും. പിന്നെ എയിം എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടറ്റോ എയിമാണ്, ഞാൻ പറഞ്ഞില്ല അരിക്ക് വെച്ചാൽ പറിക്കുപോലും കൊള്ളത്തില്ല. അതുകൊണ്ട് മാക്സിമം ഗൈസ് ഞാൻ ഉണ്ടല്ലോ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം എത്രമാത്രം ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. സോ അത് ചെയ്ത് ബാക്കിയുള്ള വീഡിയോസിലൊക്കെ എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് നന്നായിട്ട് കാണാനും പറ്റുന്നതായിരിക്കും കേട്ടോ. എന്നെപ്പോലെ ഗൈസ് കുറേ നാളുകൾക്ക് ശേഷം ഗെയിമിലേക്ക് കയറുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഗൈസ് ദൈവത്തെ ഓർത്ത് പണ്ടത്തെ പ്രോയ്സൊക്കെ ഉള്ളിലുണ്ടെന്ന് വിചാരിച്ച് കയറി അടിക്കാൻ നിൽക്കരുത്, നടക്കത്തില്ല. ഇപ്പോഴത്തെ പിള്ളേർ വിചാരിക്കുന്ന വല്ല കയറി ഒന്ന് മേഞ്ഞിട്ടങ്ങ് പോകും കേട്ടോ. അതേപോലെ ഗൈസ് ഞാൻ ഗെയിമിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഉള്ള റാങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിലോയാണ്. അതായത് ഇപ്പോൾ കറണ്ടിൽ ഞാൻ പ്ലാറ്റിനം 1 സ്റ്റാർ നിൽക്കുവാണ്. സോ ഇങ്ങനെയെങ്കിലും കേസ് നമ്മൾ ഈ ഒരു അക്കൗണ്ടിനകത്ത് ഹീറോയെ ഘടിപ്പിച്ച് കഴിഞ്ഞ് അത്രയും മാച്ചസ് കളിച്ചു കൊണ്ട് പോകും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എയിമും സെറ്റ് ആകുന്നതായിരിക്കും കേട്ടോ. പിന്നെ മാത്രമല്ല കേസ് ക്യാരക്ടർ സ്കില്ല് കാര്യങ്ങളൊക്കെ ഞാൻ വലുതായിട്ടൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് കേസ് കയറിയ സമയത്ത് തന്നെ ഉണ്ടല്ലോ ലൂണയും അതേപോലെ കേസ് നമ്മുടെ മറ്റേ ഗ്ലൂ വാൾ ഇടുമ്പോൾ HP കിട്ടുന്ന ആ ഒരു പെറ്റും പിന്നെ നമ്മുടെ ഉണ്ടല്ലോ ആ ലോറേനൊക്കെ എടുത്ത് ചുമ്മാ അങ്ങ് റാൻഡംലി ഇട്ടിട്ട് കളിക്കാൻ കയറിയതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ നമ്മുടെ ഒരു ഗെയിം പ്ലേൻ്റെ വലിയൊരു ഭാഗം ഗൺ സ്കിന്നിനും മാറ്റർ ആവുമെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. കാര്യം എൻ്റെ മെയിൻ അക്കൗണ്ടിൽ തന്നെ കിടിലക്കും പോലത്തെ വേറെ ലെവലായിട്ടുള്ള കുറേ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു അക്കൗണ്ടിനകത്ത് നോക്കുന്ന സമയത്ത് ലെജൻഡറി ആയിട്ടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഒക്കെ തരക്കേടില്ലാത്ത സ്കിന്നൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ വിചാരിക്കുന്ന അത്രയും എയിമും കാര്യങ്ങളൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു നോട്ട് ചെയ്ത് വെച്ചൊരു കാര്യമാണ് ഗൺ സ്കിന്ന്, അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ കേസ് നമ്മുടെ ക്യാരക്ടർ സ്കില്ല് കാര്യങ്ങളൊക്കെ അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കേസ് നമ്മൾ വെച്ചിരിക്കുന്നുണ്ടല്ലോ ലോഡ് ഔട്ടില്ലേ കേസ്, അതായത് നമ്മുടെ ബഫ് അതേപോലെ ചുറ്റിക കാര്യങ്ങളൊക്കെ ഇല്ല, അതിൽ ഏതെടുക്കണം കൂടി എനിക്ക് കൺഫ്യൂഷൻ നേരത്തേക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഇല്ല. സോളോ കളിക്കുന്ന സമയത്ത് ഞാൻ ചുറ്റിക എടുക്കും, സ്കോഡ് കളിക്കുന്ന സമയത്ത് മറ്റേ ഒരു ബഫില്ലേ കേസ് പച്ച സാധനം മറ്റേ ഡ്രോൺ പോണക്കത്തെ ആ ഒരു സാധനം ഞാൻ എടുക്കുന്നതായിരിക്കും കേട്ടോ. അതൊക്കെ ഓരോരോ മാച്ച് കളിക്കുന്ന സമയത്ത് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്ന മാറ്റങ്ങൾ പ്രകാരം നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്, മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ്. അതൊന്നും ആരും പറഞ്ഞു തരത്തൊന്നുമില്ല. കാരണം യൂട്യൂബറുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പിന്നെ അവൻ ആ യൂട്യൂബർ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തേക്കാം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങ നടക്കാൻ വേണ്ടി പോകുന്നില്ല കേട്ടോ. സോ ഇതേപോലെയൊക്കെ കളിച്ച് ഒരുപാട് എത്ര മാച്ച് നമ്മൾ കളിക്കുന്നു അത്രയും നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതായിരിക്കും എന്ന് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ തന്നെ മാച്ചിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 കില്ല് അടിച്ചിട്ടുണ്ടായിരുന്നു. ബോട്ട് പട്ടികളാണെങ്കിൽ പോലും കേസ് സത്യം പറയാലോ നേരത്തേക്ക് ആദ്യം കളിക്കുന്ന സമയത്ത് അത്യാവശ്യം ബോട്ട് പ്ലേയേഴ്സാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ തുടങ്ങിയത് മാച്ച് കളിക്കാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗോൾഡ് 1 സ്റ്റാറിൽ നിന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ അത്യാവശ്യം പ്ലാറ്റിനം 1 സ്റ്റാർ വരെ അത്യാവശ്യം 2-3 മാച്ച് ഞാൻ കളിച്ചായിരുന്നു. സോ കളിച്ച സമയത്തുണ്ടല്ലോ ഇപ്പോഴാണ് അത്യാവശ്യം തിരിച്ചടിക്കുന്ന ഒരു പ്ലേയേഴ്സ് നമ്മുടെ മാച്ചിനകത്ത് വന്നു തുടങ്ങിയത്. എന്നാൽ പിന്നെ ഇപ്പം തുടങ്ങി വീഡിയോ ഇട്ട് തുടങ്ങാം. കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ സ്ക്രാച്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും കൂടെ ജസ്റ്റ് കാണാലോ എന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയതാണ് കേട്ടോ. 8 കില്ല് എന്നൊക്കെ പറഞ്ഞാൽ കിടക്കുമ്പോഴത്തെ 8 കില്ലായിരുന്നു. ഫണ്ണി മൂമെന്റ്സ് ഒരുപാട് നമുക്ക് ഇനി കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പണ്ടത്തെ നമ്മുടെ ഗെയിമിലെ കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലോ ആ ഒരു ഫണ്ണി മൂമെന്റ്സ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ കുറേ നല്ല കിടന്ന പോലത്തെ പ്ലേയേഴ്സ് ഒക്കെ ഓപ്പോസിറ്റ് വരുന്ന മെയിൻ അക്കൗണ്ടിൽ കളിക്കുന്ന സമയത്ത് അങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഫണ്ണി മൂമെന്റ്സും ഒന്നും കാര്യങ്ങളൊന്നും പണ്ടത്തെ പോലെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. അതൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്നു കുറേ പേര് വരുന്നില്ല. ഇനി അത് മിസ് ഉണ്ടായിരിക്കത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കം പോലത്തെ കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് ഈ മാച്ചകത്ത് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. ഉള്ള കോയിനകത്ത് കേസ് ഞാൻ ഗണ്ണടിച്ചിട്ടുണ്ടായിരുന്നു. AC-8 P90 ആണ് എടുത്തത്. അതേപോലെ കേസ് ഞാൻ വെസ്റ്റും ഹെൽമെറ്റും ഒന്ന് ലെവൽ 3 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ബോട്ട് വിട്ടുകൾക്ക് എന്താണെന്ന് കേസ് നല്ല കിടിലം പോലത്തെ വെസ്റ്റ് ഡാമേജുകളൊക്കെ തരുന്നതായിരിക്കും. അതേപോലെ കേസ് ഞാൻ ഹിറ്റ് ലിസ്റ്റും കൂടി നൈസായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം എനിമിനെ തേടി പിടിച്ചടിക്കാലോ എന്ന് വിചാരിച്ച് മാത്രമാണ് കേട്ടോ. AC-8 സ്കോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസായിട്ട് കേസ് കൊള്ളത്തില്ല. നമ്മുടെ ആ ഒരു ലോറൈൻ ഇട്ട് കഴിഞ്ഞാലും കേസ് സത്യമായിട്ടും കേട്ടോ കൊള്ളുന്നില്ല കേട്ടോ. അപ്പോൾ എന്താണ് സ്കോപ്പ് ചെയ്യുമ്പോൾ അക്യുറസി കൂടുന്നൊക്കെ പറഞ്ഞ സാധനമില്ല കേസ്, അത് ഗൺ സ്കിന്നിനും കൂടെ മാറ്റർ ആണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി.
അതേപോലെ എൻ്റെ ഹിറ്റ് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് എൻ്റെ തലയുടെ മേളിൽ കൂടെ നടക്കുന്ന പോലെയാണ് മാപ്പിൽ കാണിക്കുന്നത്. പക്ഷേ കേസ് അവനിവിടെ കാണുന്ന പോലും ഇല്ല. എന്താ ഈ കാണിക്കുന്നത്? എന്തായാലും തൊട്ട് മുമ്പിലേക്ക് നോക്കുന്ന സമയത്ത് കേസ് ആ ഒരു പുട്ടുംകുട്ടിയുടെ സൈഡിൽ കൂടെ നൈസ് അടിക്കേസ് അവൻ അങ്ങോട്ട് പോവുകയാണ്. എന്തായാലും അവനല്ല കേസ്, അതൊരു അവളായിരുന്നു കേട്ടോ. എന്തായാലും അവളെ ഉണ്ടല്ലോ നൈസ് അടിക്കുക സ്കോപ്പ് ചെയ്ത് നോക്കുന്ന സമയത്ത് അവൾ നൈസ് അടിക്കുക കേസ് നമ്മളിൽ നിന്നും ദൂരെ മാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അവളെ കയറി അടിക്കുന്നതിന് മുമ്പ് കേസ് നമുക്കുണ്ടല്ലോ നമുക്ക് ആ ലൈഫ് ഒന്ന് സെറ്റാക്കിയേക്കാം. അതായത് ഉണ്ടല്ലോ ഇപ്പോൾ എത്രയൊക്കെ ബോട്ട് പ്ലേയേഴ്സ് ആണെങ്കിൽ പോലും ലാസ്റ്റ് ഒരു മാച്ച് ഞാൻ നൈസായിട്ട് കേസ് പട്ടി കൊണ്ട് വീടുമാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കി അടിക്കുന്ന പ്ലേയേഴ്സ് ഇനി വരാൻ വേണ്ടി തുടങ്ങി. ഇനി അങ്ങോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നരിയും മൂഞ്ചി മണ്ണണിയും മൂഞ്ചി അവിടെ ഇരിക്കേണ്ടി വരും എനിക്ക് മനസ്സിലായതുകൊണ്ട് ഒന്ന് കേസ് ഒരു എക്സ്ട്രാ റിവൈവിലും കൂടെ നമുക്ക് സെറ്റാക്കാം. സോളോ മാച്ച് ആയതുകൊണ്ടല്ലോ നമുക്ക് റിവൈവിലൊക്കെ പെട്ടെന്ന് സെറ്റാക്കാൻ വേണ്ടി വരുന്നതായിരിക്കും കേട്ടോ. ഇതിന് മുമ്പത്തെ ഒരു മാച്ച് ഞാൻ സോളോ വേഴ്സസ് സ്കോഡ് കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ മാക്സിമം സോളോ വേഴ്സസ് സ്കോഡാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എനിക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വളരെ താല്പര്യം. നിങ്ങളുടെ പണ്ടത്തെ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്കറിയാം ഞാൻ സോളോ വേഴ്സസ് സ്കോഡാണ് മാക്സിമം കളിക്കാറുള്ളത്, വീഡിയോ ഇടാറുള്ളത് കേട്ടോ. പക്ഷേ കേസ് ഇപ്പോൾ ഞാൻ സോളോ കളിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളോ സ്കോഡ് കയറി എനിക്ക് ഒരു കോൾ വന്നു. നൈസ് കേസ് അത് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ച് വന്ന സമയത്തുണ്ടല്ലോ ഞാൻ മാച്ചിൽ നിന്ന് എലിമിനേറ്റ് ആയിപ്പോയി. എൻ്റെ ഹോണർ സ്കോർ നന്നായിട്ട് കുറഞ്ഞു. ബിലോ 90 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 1-2 മാച്ച് മുമ്പ് പോയിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബിലോ 90 ആയതുകൊണ്ട് എനിക്ക് സ്കോഡായിട്ടുള്ള ഒരു മാച്ച് കളിക്കാൻ വേണ്ടി പറ്റത്തില്ല. സോളോ വേഴ്സസ് സ്കോഡ് കളിക്കാൻ പറ്റത്തില്ല. നമ്മൾ സോളോ മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ആ ഒരു ഹോണർ സ്കോഡും കൂടെ റെഡിയാക്കാൻ വേണ്ടിയാണ് ഈ ഒരു മാച്ച് സോളോ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കേസ് അറിയാലോ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ് കൂട്ടിയാൽ മതി. ഈ ഒരു വീഡിയോ ഒക്കെ വരുന്ന സമയത്ത് കേസ് ഇനി അങ്ങോട്ട് കിടിലം പോലത്തെ തരமான സംഭവങ്ങൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകല്ലേ. അതിന് മുമ്പ് ഒരു സോളോ രംഗ് തുടങ്ങാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഞാൻ നൈസായിട്ട് കേസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഹിറ്റ് ലിസ്റ്റ് ഇപ്പോഴും കേസ് ആ ജീവനും കൊണ്ട് എന്നെ തല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ മൈൻഡ് പോലും ചെയ്തങ്ങോട്ട് പോകുന്നുണ്ട്. എന്തായാലും അവനെ കയറി പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ സോണിലേക്ക് ഓടി പോകുന്ന സമയത്ത് കേസ് എനിക്ക് നല്ല ലൈഫ് ഓട്ടുണ്ടായിരുന്നു. ഞാനുണ്ടല്ലോ ഇൻഹേലറൊക്കെ വലിച്ചു പിടിച്ച് അവർ എനർജൈസറും കൂടെ അടിച്ച് നൈസായിട്ട് കേസ് ആരും ഇനിമീനെ കൊല്ലാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കി അവൻ അങ്ങ് അപ്പുറത്തെ പറമ്പിലെത്തിന്ന് അവൻ എന്താ കാലടി ചക്രം വെച്ച് ഓടുന്നതാണോ. അപ്പോഴത്തെ കേസ് മേളിൽ നിന്ന് ഒരു എനിമി നൈസായിട്ട് കേസ് കയറി വന്നു. അവനെ അടിക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് അവൻ നല്ല കിടുക്കം പോലത്തെ അടി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനെ ഏത് വെച്ചിട്ട് അടിച്ചത്. എന്തായാലും നമുക്കുണ്ടല്ലോ ആ റിവൈവിൽ കേസ് ഓൾറെഡി എടുത്ത് വെച്ചതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഉപകാരങ്ങളൊക്കെ ഇപ്പോഴാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സോ നൈസർ കേസ് ആ റിവൈവിൽ എടുത്തിട്ട് നമ്മുടെ മാക്ടൺ നമ്മുടെ കയ്യിലിരിപ്പുള്ളത് കൊണ്ട് നൈസർ കേസ് കയറി ചെന്ന് അവനെയും കഴിച്ച് കംപ്ലീറ്റ് ചെയ്ത് റിവെഞ്ച് അത് വീട്ടാനുള്ളത് തന്നെയാണ് കേട്ടോ. എന്തായാലും നേരെ കേസ് അവൻ്റെ അടുത്തേക്ക് തന്നെ നമ്മൾ ഇറങ്ങുന്നത്. അവൻ നമ്മൾ വരുന്ന അറിയാണ്ടാന്ന് തോന്നുന്നുണ്ട് അവിടുന്ന് ലൂട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും കേസ് ഞാൻ നേരെ ഇറങ്ങിയിട്ടുണ്ടല്ലോ നമ്മുടെ പ്രോയിസം പണ്ടത്തെ മീ ഗെയിമർ വന്നിടാ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും അവൻ പിന്നെയും കേസ് എംട്ടം വെച്ച് അടിച്ച് തൊലച്ച് കളഞ്ഞു. പിന്നെ കേസ് ഞാൻ എക്സ്ട്രാ റിവൈവിൽ എടുത്തുകൊണ്ട് എനിക്ക് ഒരു വട്ടം കൂടെ പിന്നെ ഇറങ്ങാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു വട്ടം മൂഞ്ചിയാൽ പിന്നെ 2-3 വട്ടം മൂഞ്ചും എന്നൊക്കെയുള്ള ശാസ്ത്രീയമായ ആ ഒരു തത്വങ്ങൾ നമ്മൾ മനസ്സ് വിചാരിച്ച് മൂഞ്ചത്തില്ല എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ കേസ് ഒന്നുകൂടി അവൻ്റെ അടുത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. എനിക്ക് എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. കേസ് ഇത്ര നേരം എനിക്ക് ശ്രദ്ധിച്ചു പറയത്തില്ല. എൻ്റെ ആക്റ്റീവ് സ്കിൽ ചെയ്തിട്ട് മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും മാക്സിമം വെച്ച് അവൻ്റെ അടുത്ത് M10 ആയതുകൊണ്ട് ഞാൻ ലോങ് റേഞ്ച് മാക്സിമം നോക്കി എടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് എവിടെ ഡ്രാഗ് കയറാൻ കേട്ടോ. ബോഡി ഷോട്ട് കേസ് അവനെ കംപ്ലീറ്റ് ചെയ്ത് 9 കിലോ നമ്മളോട് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നേരത്തെ ഉണ്ടല്ലോ ആ റിവ്യൂവിൽ കയറി നിന്ന് ഉപകാരപ്രദമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എന്തായാലും കേസ് അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു മാച്ചിൽ നോക്കിയാണ് കാണാൻ വേണ്ടി പറ്റുന്ന കേസ് ഒറ്റ റെഡ് നമ്പർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല. അത് ഈ മാച്ചിൻ്റെ പ്രത്യേകത തന്നെയാണ് കേസ്. എന്നെ സമ്മതിക്കണ്ടേ കേസ്. നോ റെഡ് നമ്പർ ചലഞ്ച് എന്നൊക്കെ പറഞ്ഞൊരു ചലഞ്ച് വന്നു കഴിഞ്ഞാൽ എനിക്കായിരിക്കും അതിൻ്റെ ഏറ്റവും കിടിലനായിട്ടുള്ള സ്കോർ എനിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. കാര്യം കേസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. ഞാൻ പറഞ്ഞില്ലേ അടിക്കുന്നതൊക്കെ ഏതൊക്കെയോ കാട്ടുവില എന്താണ് നെഞ്ചത്തും കാലിലൊക്കെ കൊണ്ടാണ് എനിമിനെ ഞാൻ കൊന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു കഴിവ് എനിക്ക് മാത്രമേ ഉള്ളൂ. അത് മീ ഗെയിമറിന് മാത്രമുള്ളതാണ്. ഞാൻ പിന്നെയും പറയും കേട്ടോ. അവസാനം കേസ് ലാസ്റ്റ് ഒരു 11 പേര് 10 പേരൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ഗൺ അവേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തിരിക്കുന്നത് M14 അല്ലേ ആ AC-8 മാറ്റി. അത് ചാത്തനായതുകൊണ്ട് എനിക്കിപ്പോൾ ചാത്തനായത് തോന്നുന്നുണ്ട്. പണ്ടൊക്കെ കിട്ടുന്ന പോലെ കളിക്കുന്നത്. പക്ഷേ കേസ് കുഴപ്പമില്ല. എന്തായാലും ആ ഒരു M14 നമ്മുടെ നൈസ് ഉണ്ടല്ലോ 9 അവൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നോക്കുവാണെങ്കിൽ 11 വിളിച്ചില്ല അല്ലേ 9 കിലോ എടുത്തിട്ടുണ്ട്. 14.4 നമ്മൾ ഓൾറെഡി ഉണ്ടല്ലോ ആ ഒരു സ്കോർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കേസ് നമ്മൾ ഗോൾഡ് കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ ലാസ്റ്റുള്ള എനിമിനെ ആ ഒരു എനിമിനെ കൊന്നിട്ട് 10 കിലോ സെറ്റ് ആക്കിയിട്ട് വീട്ടിൽ തന്നെ കയറി ഒന്ന് സേഫ് ആയിട്ട് നിൽക്കാൻ. കാര്യം ഇത്രയും കളിച്ചാൽ നമുക്ക് ഒരു മാച്ച് ബൂയെ അടിച്ച് കിട്ടുന്ന പോലത്തെ പ്ലസ് ഒക്കെ കിട്ടി നമ്മുടെ റാങ്ക് അങ്ങ് അപ്പ് പെട്ടെന്ന് തന്നെ ആകണം. ഹീറോയ്ക്കൊക്കെ അടിക്കണം. ഈ ഒരു അക്കൗണ്ടിനകത്ത് നമുക്ക് മാസ്റ്റർ അടിക്കണം ഗൈസ് എന്നൊരു മൈൻഡിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. മാക്സിമം ഗൈസ് ഞാൻ ഈ ഒരു അക്കൗണ്ടിനകത്ത് സോളോ വേഴ്സസ് സ്കോഡും അതേപോലെ സോളോ ആയിട്ട് കളിക്കാം. സ്കോഡ് കളിക്കാതെ തന്നെ മാക്സിമം തന്നെ ഒറ്റയ്ക്ക് തന്നെ കളിച്ച് ഈ ഒരു അക്കൗണ്ടിനകത്ത് മാസ്റ്റർ ഇട്ടാൻ പറ്റുമോ എന്ന് കൂടെ നമുക്ക് മാക്സിമം നോക്കാം കേട്ടോ. ഇതിന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് ഹരം കയറി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഗ്രാൻഡ് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കളയും. അത് ജസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് എത്തുന്നെങ്കിൽ ഞാൻ മാസ്റ്റർ എന്തായാലും ഗൈസ് ഉറപ്പായിട്ട് എത്തിരിക്കും. കാര്യം ഗൈസ് അതെൻ്റെ കോൺഫിഡൻസ് അല്ല അഹങ്കാരം തന്നെയാണ്. കാര്യം ഇതെൻ്റെ ആവശ്യമാണ് ഗൈസ് സീരിയസ്ലി. കാര്യം ഗെയിമൊന്ന് കളിയൊന്ന് മെച്ചപ്പെട്ടാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഗെയിമിനകത്ത് ആക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പണ്ടത്തെ പവർ തിരിച്ചു വരും. നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കേസ് ഞാൻ ഇനിയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഓരോ ഇമ്പ്രൂവ്മെൻറ്റും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇൻ കേസ് ഞാൻ വീഡിയോ ഇടുന്നില്ലെങ്കിൽ പോലും ഞാൻ പേഴ്സണലി ഓഫ്ലൈനിൽ ഇരുന്നിട്ട് മാക്സിമം ഗ്രൈൻഡ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം മാച്ചസ് കളിക്കുന്നതായിരിക്കും. മാക്സിമം റാങ്ക് കയറ്റാൻ നോക്കുന്നതായിരിക്കും. എൻ്റെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും കേട്ടോ. അത് ഞാൻ ഉറപ്പായിട്ടും സത്യം ചെയ്യുന്നു കേസ്. ഉറപ്പായിട്ടും ഞാൻ ഇനി പണ്ടത്തെ പോലെ ഉഴപ്പത്തില്ല. കൂടെ
കൂടെ വെക്കാൻ പറ്റുന്ന ആൾക്കാർ കൂടെ വെക്കുക കേട്ടോ. പണ്ട് ഒരുപാട് നീ നമ്മളെ പറഞ്ഞ് പറ്റിച്ച എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവും. പക്ഷേ കുഴപ്പമില്ല, ഇപ്രാവശ്യം പറ്റിക്കലൊന്നുമില്ല. കറക്റ്റായിട്ട് ഞാൻ കിടിലം പോലെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഓടി വന്ന് കയറിയപ്പോഴത്തേക്ക് ഒരു കാട്ടുവാഴയാണെങ്കിൽ നൈസായിട്ട് അവിടെ ലാൻഡ് മൈനും വെച്ച് എന്നെ പിടിക്കാൻ വേണ്ടി നിന്നതായിരുന്നു. ബുദ്ധിയുണ്ട് അവന്, ബോട്ടൊന്നുമല്ല ഞാൻ ബോട്ടൊന്നും വന്ന് കമൻറ്റ് ചെയ്തേക്കരുത് കേട്ടോ. എന്തായാലും ആ ലാൻഡ് മൈനും പിടിച്ചവനെ അടിച്ച് നിന്നിട്ട് നൈസർ കേസ് വേറെ ഒരുത്തനെ കൂടെ കുതിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കേസ് അവന് റിവൈവൽ ഉണ്ടായതുകൊണ്ടല്ലോ അവൻ പിന്നെയും പറന്നിറങ്ങി അവനെ ആകാശത്തിൽ സമാധിയാക്കിയിട്ട് മൊത്തം നോക്കുമ്പോഴത്തേക്ക് രണ്ടേ ആൾക്കാരെ മാത്രമേ ഇനി അലയേ ഉള്ളൂ. ഒന്ന് ഞാനും പിന്നെ ഇതൊരു കാട്ടുവാഴയും കൂടെ കേട്ടോ. എന്തായാലും ആ ഒരു കാട്ടുവാഴ എവിടെ പോയി എന്നറിയാതെ ഞാൻ നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി, ഓക്കെ എവിടെയാണെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാം, ചെറിയ സോണല്ലേ, അവൻ വരട്ടെ, അവൻ വരണം, അവൻ വന്നാലേ കളി മുമ്പോട്ട് പോകത്തുള്ളൂ എന്നും പറഞ്ഞ് നൈസായിട്ട് കേസ് ഞാൻ മുമ്പോട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ മുമ്പിൽ അവനെ കണ്ടു. നൈസായിട്ട് കേസ് നമ്മുടെ M1 നല്ല ഡാമേജ് കൊടുത്തു. അതിനുശേഷം കേസ് ഒരു ഗ്ലൂ വാൾ ഇട്ടു. അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് ലൈഫ് കയറുന്ന പോലെ നിന്നിട്ട് അടുത്തൊരു ഗ്ലൂ വാളും കൂടെ ഇട്ട് ഒരു ഗ്രാനേഡ് പോലത്തെ സാധനമില്ല കേസ് അത് വലിച്ചും കഴിഞ്ഞിട്ട് നമ്മുടെ ഐറിസിന്റെ പവർ ഓണാക്കി കേസ് പട്ട അടിച്ച് അവനെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി. ഇപ്പോഴാണ് കേസ് മാക്സിമം ഞാൻ ഐറിസിനെ യൂസ് ചെയ്ത് കേട്ടോ. എന്നാൽ കേസ് കിട്ടുന്ന പോലത്തെ വീഡിയോ ആയിരുന്നു. ഇനി കിട്ടും പോലത്തെ വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും. 102+ കിട്ടി ഏതാ ലെവലൊക്കെ കിടക്കുമ്പോഴത്തെ വേറെ ലെവൽ വീഡിയോ ആണ്. ബൈ ഗായ്സ്.